എൻ്റെ പേര് ഷിനു. ഞാനാ ഈ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയും വിവരവും ഉള്ളത്. എൻ്റെ പേര് ജിത്തു. ഈ ബുദ്ധിമാൻ കാണിക്കുന്ന ബുദ്ധിമോശത്തിന്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഒരേ ഒരാൾ. എന്റെ പേര് അൻവർന്നാ. എനക്കൊരു കാര്യം പറയാനുണ്ടേനു. എന്നാ അതിപ്പോ പറയാൻ കഴിയൂല. എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസകളെന്ന് അറിയാം എനിക്ക്. എത്രയാ? 17 ഉറുപ്യ. എടാ പൈസക്കാരാ, ഇന്ത്യയിൽ എത്രയാ? 8. 2.5. ഷവർമ വാങ്ങിയാലോ? ആ, ചായ വരെ കിട്ടൂല. എന്നാടാ പിള്ളേരെ, എന്താ നിങ്ങൾക്കൊരു മൂഡ് ഓഫ്? അക്കൗണ്ട് കാലി, മൂഡ് ഓഫ്. ഏട്ടാ എന്തെങ്കിലും പണി കിട്ടുവാ? എടാ, ജംഗ്ഷനിൽ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആടെ എടുക്കുന്നുണ്ടെന്നാ കേട്ടെ. ഒന്ന് പോയി നോക്ക്. എടാ നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ, വെറുതെ പോവാ, നമുക്കതാ നഷ്ടപ്പെടാനുള്ള. നടന്നു പോവല്ലേ? ബസിന്റെ കൂലിയൊന്നും ഇല്ലല്ലോ. എടാ ഇന്ന് നമ്മളെ കഴിവ് തെളിയിക്കണടാ. മൂന്നാക്ക് ഒരുമിച്ച് കയറിയാലോ എന്നാല്? റെഡി, 1 2 3. എന്താ? അത് ഇവിടെ ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാ. ജോലി ഒരാൾക്കേ ഉള്ളൂ. ഇവിടുത്തെ വാതിലും ഒരാൾക്ക് കയറാൻ പറ്റുന്നയാ. അത് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല കോൺഫിഡൻസ്. ആ വാതിലിപ്പോ ഇടിച്ചു പൊളിച്ചിടുവേനു. ഇയാള് പണി തരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പോയാലോ? മിണ്ടാണ്ട് നിക്കട, എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ചൊരു പണി ഒപ്പിക്കാം. ശരി ശരി. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് വന്നതാണല്ലേ? ഹോട്ടൽ ബിസിനസ് ആവുമ്പോ കസ്റ്റമേഴ്സിനോട് നല്ല ക്ഷമയും വിനയവും വേണം. ഇതിനു മുൻപ് ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടോ? സാർ ഞങ്ങൾ ആദ്യമായിട്ടാണ്. പക്ഷെ എന്ത് ജോലിയും ഞങ്ങൾ വൃത്തിയായി ചെയ്തോളാം. ക്യാഷ് കൗണ്ടർ നോക്കാനോ ഓർഡർ എടുക്കാനോ എല്ലാത്തിനും ഞങ്ങൾ റെഡിയാണ് സാർ. അതെ സാർ, പൈസക്ക് നല്ല ആവശ്യമുണ്ട് സാർ. അക്കൗണ്ടിൽ 8 രൂപയേ ഉള്ളൂ. അരെ ജിത്തു, മിണ്ടാണ്ടിരിയടാ, നമ്മൾ ദാരിദ്ര്യം ഇവരെ അറിയിക്കല്ല. ഇയാളെന്തോ ഒന്നും മിണ്ടാത്ത? തനിക്കെന്നാ ഈ ഹോട്ടൽ ഫീൽഡിനെ പറ്റി അറിയാവുന്നേ? സാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫുഡ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് നല്ല അറിവാ. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കലയാണ്. സാർ, നമ്മളെ ഹോട്ടലിൽ ഒരു കസ്റ്റമർ വന്നിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്താൽ അയാൾക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെ കൊടുക്കണം. ചിക്കൻ ബിരിയാണി ചോദിച്ചാൽ പിന്നെ അത് തന്നെ കൊടുക്കണ്ടേ? ഇതിലെന്താ ഇത്ര വലിയ കാര്യം? സാർ, അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അയാൾ ചിക്കൻ ബിരിയാണി ചോദിക്കുമ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി എടുത്തു കൊടുത്താൽ അയാൾക്ക് ദേഷ്യം വരും. അത് ഹോട്ടലിന് ചീത്തപ്പേരാവൂലേ? അതുകൊണ്ട് കസ്റ്റമർ എന്ത് ചോദിക്കുന്നു അത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ബുദ്ധി. പഠിച്ചോനെ, ഇവനെന്തല്ലേ ഈ പറയുന്നത്? എടാ അൻവറെ, ഒന്ന് വായി കൂട്ടി വെക്കടാ. എന്താടോ, താൻ എന്താ കളിയാക്കുവാണോ? ശരി, എനിക്ക് ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളൂ. ഇവിടെ കഴിക്കാൻ വന്ന ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത ഫുഡിന്റെ അകത്ത് ഈച്ച ചത്ത് കിടക്കുന്നു. അയാൾ ബഹളം വെക്കുന്നു. ഒരു വെയിറ്റർ എന്ന നിലയിൽ നിങ്ങൾ എന്താ ചെയ്യുക? സാർ, ഞാൻ ആദ്യം സോറി പറയും, എന്നിട്ട് ആ പ്ലേറ്റ് മാറ്റി വേറെ ഫുഡ് കൊടുക്കും. അയ്യേ, അതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്നയാ ജിത്തു. സർ, അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. കസ്റ്റമറിനെ നമ്മൾ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യണം. എങ്ങനെ? സർ, ഞാൻ അയാളുടെ അടുത്ത് ചെന്ന് വളരെ വിനയത്തോടെ പറയും, ചേട്ടാ, നിങ്ങൾ ഓർഡർ ചെയ്തത് വെറും 120 രൂപയുടെ ചിക്കൻ ഫ്രൈയാ. പക്ഷെ ഞങ്ങളുടെ ഹോട്ടൽ അതിലൊരു ഈച്ച ഫ്രൈ കൂടെ ഫ്രീ ആയി തന്നിരിക്കുകയാണ്. ഈ ഓഫർ ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആ സിറ്റുവേഷൻ അങ്ങ് ഹാൻഡിൽ ചെയ്യും. എന്റെ അമ്മോ, ഫ്രീ ഓഫറാ? എടാ മരപ്പൊട്ട, അയാൾ നമ്മൾ അടിച്ചു കൊല്ലുവടാ. ഫ്രീ ഈച്ചയോ? 3 എണ്ണം ഇപ്പൊ ഇറങ്ങി പോയിക്കോളണം ഇവിടുന്ന്. എന്റെ ഹോട്ടൽ പൂട്ടിക്കാൻ ഇറങ്ങിയതാന്ന് തോന്നുന്നു 3 എണ്ണം. ജിനു, അൻവറെ, ഓടിക്കോടാ. പണി എന്തായാലും കിട്ടേണ്ടി വരും. ഓന്റെ ഈച്ച ഫ്രൈ കാരണം അതും പോയി. അതാ മാനേജർക്ക് വിവരമില്ലാത്തോണ്ടാ. ഇനി എന്നാ ചെയ്യാ നമ്മള്? നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? പണി അന്വേഷിച്ച് ഇറങ്ങിയതായിട്ടാ. ഓ അതിയാ, എന്നാ പിന്നെ എന്റെ വീട്ടിലേക്ക് വാ. കുറച്ച് സാധനങ്ങൾ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് മാറ്റാനുണ്ടേനപ്പാ. പറ്റിയ ആളെ നോക്കി നടക്കുന്നതിന് ഞാൻ. അത് നമ്മുടെ ഫീൽഡല്ല. എന്നാ പിന്നെ പറമ്പ് വൃത്തിയാക്കലോ? ഏട്ടാ, നമ്മൾ ഹോട്ടൽ ഫീൽഡേന് നോക്കുന്നേ. പെയിന്റിംഗ് ആയാലോ? അത് ചെയ്യാൻ അറിയില്ല ഏട്ടാ. പിന്നെ എന്ത് പണിയാ നിങ്ങൾക്ക് അറിയുന്നേ? പണി പണി അന്വേഷിക്കാൻ അന്വേഷിക്കാൻ നല്ലോണം അറിയാം. ഓ, അപ്പൊ പ്രശ്നം പണി ഇല്ലാത്തതല്ല, ഏതാന്ന് എടുക്കേണ്ടതെന്ന് അറിയാത്തോണ്ടല്ലേ? എന്നാ ശരി, ഞാൻ പോന്നു. ഏട്ടാ, എന്നാ ഒരു ചായ മേടിച്ചു തരുവാ? എടാ നാണോ ഇല്ലാത്തവനെ, അയാളോട് എന്തിനാടാ ചായക്ക് ചോദിക്കുന്നത്? എന്നാ ഇങ്ങി മേടിച്ച
വല്ലാണ്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടാവും, ബാ നമുക്ക് നടക്കാലോ. ഷിനു നോക്കടാ, ഒരു കല്യാണ വീട്. എടുത്തു, ഞാൻ കാണുന്നില്ലല്ലോ. അതാ, ആടെ നോക്ക്. കുറേ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. ഇവിടെ എന്തായാലും പണിക്കാരെ ആവശ്യം ഉണ്ടാവും. എന്നാ പോയി നോക്കിയാലോ. അകത്ത് കയറി നോക്കാം അല്ലേ? ഭക്ഷണം വിളമ്പാനും പാത്രം കഴുകാനും ആളെ വേണ്ടി വരും. ആ, അത് നല്ല ഐഡിയ. മാത്രമല്ല എന്തെങ്കിലും തിന്നാനും കിട്ടും. എന്നാ ഫീൽഡ് മാറ്റി പിടിക്കാം അല്ലേ? മാറ്റിയേ പറ്റൂ. എടാ അൻവറെ, ആ കാറ്ററിംഗ് മുതലാളി ഉണ്ടല്ലോ, ഭാഗ്യത്തിന് നമ്മളെ വിശ്വസിച്ചിട്ട് ഈ പണി തന്നെ. വരുന്നവരെല്ലാം VIP-കളാ. മര്യാദയ്ക്ക് പെരുമാറണം, കേട്ടിനാ? ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത് എന്റെ രക്തത്തിൽ അലിഞ്ഞതാ. ഇനി നോക്കിക്കോ, ഒരൊറ്റ ഒരുത്തിന് ഇവിടുന്ന് വിശപ്പോടെ മടങ്ങി പോവില്ല. എടോ, എന്താ സർ, നീ ഇവിടുത്തെ സപ്ലയറാ? അതെ. എടോ, എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റൂല. എന്നാ ആടേലും പോയിട്ട് ഇരിക്കും സർ. എടോ അതല്ല, എനിക്കിവിടെ നിന്നിട്ട് ഭക്ഷണം വാങ്ങാൻ പറ്റൂല. എനിക്കൊരു പ്ലേറ്റ് ബിരിയാണിയും 2 പപ്പടവും വേണം. സർ, നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഷുഗറും പ്രഷറും ഉള്ള പോലെ ഉണ്ട്. നിങ്ങൾ ബിരിയാണി തിന്നുന്ന തന്നെ തെറ്റാ. ഞാൻ ബിരിയാണി തരാം, പക്ഷെ പപ്പടം തരൂല. നിനക്കെന്താണ് വട്ടാണോ? കല്യാണത്തിന് വന്നവളോട് പപ്പടം തരൂല എന്നാ? ആരാടി ഇതിന്റെ മുതലാളി? അയാളെ വിളിക്ക്. സാറേ, മുതലാളി ആരായാലും എന്താ, നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയാ. പപ്പടം തിന്നാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടും. നിങ്ങളെ ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് സാർ ബിരിയാണി മാത്രം തിന്നാ മതി. ഞാൻ എന്നാ തിന്നേണ്ടത് തീരുമാനിക്കുന്ന ഇഞ്ഞാണോടാ? വിളിക്കടാ നിന്റെ മുതലാളീനെ. എന്താ സാർ പ്രശ്നം? നീ ഏതാ? ഞാനിവന്റെ ഫ്രണ്ടാ. ഇതുപോലത്തെ വട്ട് കേസിനെയാണോടാ ഫുഡ് വിളമ്പാൻ ഏൽപ്പിക്കുന്നത്? സോറി സാർ, ഇനി ഇങ്ങനെ ഉണ്ടാവൂല. ഇതിനെല്ലാരാ പണിക്കെടുത്തിന്? നീ എന്തിനാടാ അൻവറെ ഇങ്ങനെ ചെയ്യുന്നേ? എടാ, ഞാൻ അയാളെ സഹായിച്ചതല്ലേ. നീ ഇനി ഒന്നും ചെയ്യണ്ട. അടിയാറ്റം പോയി ഇരുന്നാട്ടെ, നമ്മൾ പണിയെടുത്തോളൂ. നീ ഇങ്ങനെ പണിയെടുക്കുന്നെങ്കിൽ മിക്കവാറും കല്യാണത്തിന് വരുന്ന ആളിനെ അടിച്ചു കൊല്ലു. ഇങ്ങോട്ട് വന്നാ നീ ഒരു കാര്യം ചെയ്. റിസപ്ഷൻ നടക്കുന്നില്ലേ, അവിടെ പോയിരുന്നോ. ആ കസേരയിൽ അവിടെ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഒന്നും ചെയ്യണ്ട നീ. ചേട്ടാ ഒന്ന് ചിരിക്കണേ. സ്മൈൽ. ഏട്ടാ, ബാക്കിലിരുന്നത് ഏട്ടന്റെ ആരെങ്കിലും ആണോ? ഇവനേതാ? അതാരാ ഫ്രെയിമിൽ കയറിയിരിക്കുന്നേ? ഞാൻ അൻവർ. ഏതൻവർ? ഞാൻ ഷിനുവിന്റെയും ജിത്തുവിന്റെ ഒപ്പം വന്നതാ. ഏത് ഷിനുവും ജിത്തു? എന്റെ ഫ്രണ്ട്സ്. ഈ എടാ ജിത്തു, പണി വരുന്നുണ്ട് മോനെ. ഇവരെന്തിനാ അവരിരിക്കേണ്ടടുത്ത് പോയി ഇരുന്നിനെ? ഞാൻ റിസപ്ഷൻ നടക്കുന്നിടത്ത് പോയിരിക്കാനല്ലേ പറഞ്ഞേ? എടോ, നിന്റെ കഴിഞ്ഞില്ലേ? ആൾക്കാർ ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഇതിപ്പോ കഴിയും. ഇവൻ എന്നാ അവിടുന്ന് കാണിച്ചു കൂട്ടുന്നേ? ഇങ്ങ വാ. പാടയും പറയിപ്പിച്ച് ഇങ്ങ ഇറങ്ങി വാടാ. എടാ അൻവറെ, ഇങ്ങനെ ഇഞ്ചിൻ ചായി കൊല്ലുന്നതിലും നല്ലത് ഒറ്റയടിക്ക് കൊല്ലുന്നതാ. എടാ, നിന്നോട് നമ്മൾ റിസപ്ഷൻ നടക്കുന്നിടക്ക പോയി ഇരിക്കാനല്ലടാ പറഞ്ഞത്. നീ എന്തിനാ ചെക്കൻ്റെയും പെണ്ണിന്റെ നടുവിൽ പോയിരുന്നിനെ? ഓ, നിങ്ങൾ അവിടെ പോയിരിക്കാനാ പറഞ്ഞേ. ഞാൻ വിചാരിച്ചു ചെക്കൻ്റെ പെണ്ണിന്റെ അടുക്ക പോയിരിക്കാനാന്ന്. എനിക്ക് മനസ്സിലാവുന്ന പോലെ പറയണ്ടേ. ഷിനു, ഇനി ഇവനെ എങ്ങോട്ടും വിടണ്ട, ഇവിടെ തന്നെ നിന്നോട്ടെ. നീ ഇനി എങ്ങോട്ടേക്കും പോവരുതേ, ഇവിടെ തന്നെ നിൽക്ക്. നമ്മളിപ്പം വരാം, ഓർമ്മയുണ്ടല്ലോ? എങ്ങോട്ടും പോവരുത്. ഇല്ല, എങ്ങോട്ടും പോവില്ല, ഇവിടെ തന്നെ നിൽക്കാം. വാടാ ജിത്തു, പോയിട്ട് വരാം. എന്താ മോനെ, എന്തിനാ കരയുന്നേ? ഏട്ടാ, എന്റെ അച്ഛനെ കാണുന്നില്ല. കരയേണ്ട മോനെ, അച്ഛൻ ഇടിയായിട്ടും ഉണ്ടാവും. ഇവിടെ എവിടെയും കാണുന്നില്ല. നിന്റെ അച്ഛനെ കാണാൻ എങ്ങനെയാ? അച്ഛനെ പോലെ തന്നെയാ. ഓ, അന്നെ പോലെ തന്നെ ഒന്ന്. അതല്ല മോനെ, നിന്റെ അച്ഛന്റെ മുഖം കാണാൻ എങ്ങനെയാ? അച്ഛനെ പോലെ. അല്ല മോനെ, നിന്റെ അച്ഛന്റെ മുഖം പോലത്തെ വേറെ ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? ആ, ആരെ? എന്റെ അച്ഛനെ. ഓ, നീയുണ്ടല്ലോ, നിന്നെ ഞാൻ ശരിയാക്കി തടയിപ്പോ. എന്നാ അൻവറെ, നീ എന്നാ ഇവിടെ ചെയ്യുന്നത്? ഈ കുട്ടി എന്തിനാ കരയുന്നത്? ഈ ചെക്കന്റെ അച്ഛനെ കാണുന്നില്ല. അച്ഛനെ കാണാൻ എങ്ങനെയാ നീ കുട്ടി പറഞ്ഞിനോ? ആ, പറഞ്ഞിനെ. എങ്ങനെയാ?
ഇവനെ പോല, ആരെ പോലാ? ഇവന്റെ അച്ഛനെ പോല. എടാ അത് ഓന്റെ അച്ഛനല്ലേ? അതെ, ഓന്റെ അച്ഛനെ പോലാന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അതാ എനിക്ക് മനസ്സിലാവാത്തെ. മോനെ. ഹായ് അച്ഛൻ. ഓ, അച്ഛനെ കിട്ടിയാ? ഭാഗ്യം, പ്രശ്നം തീർന്നു. ഒരു മിനിറ്റേ, ഇനി എന്നാ? അയാളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എടാ വേണ്ടേ, ഒന്നും ചോദിക്കാൻ നിക്കണ്ട. ചോദിക്കാണ്ടെന്നാ ശരിയാവില്ല, ഇമ്പോർട്ടന്റാ. ഏട്ടാ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടേനു. എന്താ? ഈ കുട്ടിക്ക് ഞാൻ ഇവിടെയുള്ള കുറേ അച്ഛന്മാരെ കാണിച്ചു കൊടുത്തിന്. ഓ നിങ്ങളെ തന്നെ വേണം പോലും. ന്യൂ ജനറേഷൻ അച്ഛന്മാരെ വരെ കാണിച്ചു കൊടുത്തിന്. ചെക്കൻ നിങ്ങളെ തന്നെ മതി. ഇവന്റെ വാശി മാറ്റണം കേട്ടോ. ഇവന് വിചാരിച്ച തന്നെ കിട്ടണമെന്ന് ഭയങ്കര വാശിയാന്ന്. ഭാവിയിൽ ഇത് മോശ സ്വഭാവമാണേ. എന്തെന്ന്? ഞാൻ അന്നേരെ പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് നിക്കണ്ടാന്ന്. ഇന്ന ഞാനുണ്ടല്ലോ. അയ്യോ, കൈ ഒടിഞ്ഞനെന്ന് തോന്നുന്നു.